ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പം എല്ലാവരും ഓണത്തിരക്കിലാണെന്നറിയാം, ഞാനും ഓണത്തിരക്കിലാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ കുറേ കഴിഞ്ഞ ഓണത്തിനിട്ട കുറേ റെസിപ്പീസ് ഉണ്ട് കേട്ടോ. ഓണസദ്യയുണ്ട്, ഇഞ്ചിക്കറി, പിന്നെ നല്ല സാമ്പാർ, അതുപോലെ തന്നെ പ്രഥമൻ, നല്ല ടേസ്റ്റുള്ള പ്രഥമനുണ്ട്. അപ്പോൾ ഇങ്ങനത്തുള്ള കുറേ ഐറ്റംസ് ഉണ്ട്. അത് പിന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം, താല്പര്യമുള്ളവർക്ക് കാണാം. അപ്പോൾ പ്രത്യേകിച്ച് വേറെ പുതിയ വീഡിയോസ് ഞാൻ ഓണത്തിനായിട്ട് ഇട്ടിട്ടില്ല. അപ്പോൾ അത് തന്നെ എല്ലാം നല്ല ടേസ്റ്റായിട്ടുള്ളതാണ് കൊടുത്തേക്കുന്നത്. ഇനി ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു പൂരിയും ഒരു ചെറുപയർ കറിയും. തങ്കംസ് ഫാമിലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം നമുക്ക് കറി ഉണ്ടാക്കാം. അതിനായിട്ട് 1 കപ്പ് ചെറുപയർ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. നല്ലപോലെ വെന്തോട്ടെ, കുഴപ്പമില്ല. അത് പിന്നെ ചെറുപയർ കുതിർത്തതോ കുതിർക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ കുതിർക്കാത്തത് ഇടുമ്പോൾ വേവ് കൂടുതലാണെന്ന് മാത്രം. അപ്പോൾ തേങ്ങ അരയ്ക്കാതാണ് നമ്മൾ വെക്കുന്നത്. കുറച്ച് സാധനങ്ങളൊന്ന് ക്രഷ് ചെയ്യാം. കുറച്ച് ചെറിയ ഉള്ളി അല്ലെങ്കിൽ സവാള, 2 പച്ചമുളക്, കറിവേപ്പില, 4-5 നമ്മുടെ വെളുത്തുള്ളി, ഇതെല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു പാനിൽ 1-2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ എടുത്ത് കടുക് തളിച്ചു അതിലേക്ക് അല്പം ജീരകവും കൂടെ ചേർത്തിട്ട് വേണം ഒന്ന് കടുക് വറുക്കാൻ. 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് അതെല്ലാം ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമ്മൾ ചതച്ച് വെച്ച ആ കൃഷി ചെയ്തുകൊണ്ട് വന്ന സാധനങ്ങളെല്ലാം കൂടെ ചേർക്കുക. ആ കൃഷി ചെയ്യാവുള്ളൂ, നല്ലപോലെ അരച്ച് കളയരുത്. ഇങ്ങനെ കൃഷി ചെയ്തെടുക്കുമ്പോഴാണ് കറിക്കൊക്കെ ടേസ്റ്റ് വരുന്നത്. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ ആ പച്ചമണം എല്ലാം ഒന്ന് മാറിപ്പോണം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. അത് നമ്മൾ ചെറുപയർ വേവിക്കുമ്പോൾ അതിൻ്റെ കൂടെ ചേർത്താലും മതി, അല്ല ഇങ്ങനെ ചേർത്താലും മതി. എന്നിട്ട് എല്ലാം ഒന്ന് നല്ലപോലെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നു കഴിഞ്ഞതിന് ശേഷം മാത്രം മിക്സിയുടെ ജാറ് കഴുകിയോ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതൊന്ന് എല്ലാം കൂടെ ഒന്ന് വെന്ത് വരട്ടെ. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേവിച്ച് വെച്ച ചെറുപയർ ചേർക്കാം. ചെറുപയർ നല്ലപോലെ വേവിക്കുന്നതാണ് നല്ലത് കേട്ടോ. വേവാതിരിക്കുവാണെങ്കിൽ ഒന്നുകൂടെ അങ്ങ് വേവിച്ചിട്ടെടുത്തോണം. വെള്ളം നിങ്ങളുടെ ആവശ്യത്തിനൊക്കെ ഒഴിക്കുക. ഇതെന്നിട്ട് നമുക്ക് ഇപ്പം ഇങ്ങനെ ചെറുപയർ ചേർത്ത് കഴിഞ്ഞാൽ ഉടനെ വേണമെങ്കിലും എടുക്കാം. കാരണം നമ്മൾ ഓൾറെഡി ബാക്കി സാധനമൊക്കെ വഴറ്റിയതാണ്, ചെറുപയർ വേവിച്ചതുമാണ്. പക്ഷേ ഇതൊന്ന് ആവശ്യത്തിന് വെള്ളവും ഉപ്പും എല്ലാം കറക്റ്റാക്കിയിട്ട് കുറച്ച് സമയം അടച്ച് വെച്ച് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് വെതറി എടുത്തിട്ട് ഉപയോഗിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ്. ഇത് കുറുകിയിരിക്കണോ കൂടുതൽ വെള്ളം വേണോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പം ഇതിപ്പോൾ തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടെ ഒന്ന് കുറുകി വരികയും ചെയ്യും. നല്ല ടേസ്റ്റാണ്, ഉണ്ടാക്കി നോക്കണേ. ഇനി നമ്മൾ പൂരി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു ഉരുളൻകിഴങ്ങ്, വലിയൊരു ഉരുളൻകിഴങ്ങ്, അത് ഒന്ന് പിന്നെ പുഴുങ്ങിയിട്ട് പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഒരു അരിപ്പയ്ക്കകത്ത് വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലപോലെ പൊടിഞ്ഞ് നല്ല ഫൈൻ പേസ്റ്റായിട്ട് കിട്ടും. മിക്സി വെച്ച് അരയ്ക്കരുത്, ഇങ്ങനെ തന്നെ എടുക്കണം. ഇപ്പോൾ ഈ പൂരി നമ്മൾ ഉണ്ടാക്കുന്നത് അരിപ്പൊടി കൊണ്ടാണ്, മൈദയല്ല ഗോതമ്പല്ല, അരിപ്പൊടി കൊണ്ടിട്ടാണ്. ഇത് വറുത്ത അരിപ്പൊടിയാണ്. അത് 2 കപ്പ് അരിപ്പൊടി എടുക്കുമ്പോൾ 1 കപ്പ് പിന്നെ നമ്മുടെ ഉരുളൻകിഴങ്ങ് വേവിച്ചത്. ഉരുളൻകിഴങ്ങ് വേവിക്കുമ്പോൾ വെള്ളത്തിലിട്ട് വേവിക്കുവാണെങ്കിൽ അതിന് കുറച്ച് വെള്ളമയം കാണും. അന്നേരം പൂരിയിൽ വെള്ളം കൂടാതെ നോക്കിക്കോണം. ഇനി അതെല്ലാം കൂടെ അല്പം ഉപ്പും നെയ്യും കൂടെ ചേർത്തിട്ട് അരിപ്പൊടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച് ഉരുളൻകിഴങ്ങും കൂടെ ചേർത്തിട്ട് നല്ലപോലെ കുഴച്ചെടുക്കുക. അപ്പോൾ ഉരുളൻകിഴങ്ങിൽ വെള്ളമയം ഉണ്ടെങ്കിൽ പിന്നെ പൂരിക്ക് വേറെ വെള്ളം ചേർക്കേണ്ടി വരില്ല. ഇല്ലെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. നല്ലപോലെ ഒന്ന് തേച്ച് കുഴച്ചെടുക്കണം. ആ ഉരുളൻകിഴങ്ങ് എല്ലാം നല്ലപോലെ ഒന്ന് എല്ലാം രണ്ടും കൂടെ മിക്സ് ആവണമെന്നുണ്ടെങ്കിൽ കൈകൊണ്ട് നമ്മൾ ഈ പൊറോട്ടയ്ക്കൊക്കെ ഒന്ന് തേച്ച് കുഴയ്ക്കുമല്ലോ, ഇടിയപ്പത്തിനൊക്കെ, അതുപോലെ ഒന്ന് തേച്ച് കുഴച്ചെടുക്കണം. എന്നിട്ട് ഒന്ന് നല്ല പിന്നെ കുറച്ച് കട്ടിയിൽ വേണം പിന്നെ കുഴച്ചെടുക്കാൻ. ലൂസായി പോകരുത്. ലൂസായി പോയാൽ ഇതിനകത്ത് ഉരുളൻകിഴങ്ങ് ചേർത്താണ് എണ്ണ കുടിക്കാൻ ചാൻസ് ഉണ്ട്. കുറച്ച് കട്ടിയിലാണ്. ഇതിന് റെസ്റ്റ് ചെയ്യാനൊന്നും വയ്ക്കണ്ട. ഇത് കുഴച്ചാൽ ഉടനെ നമുക്ക് പിന്നെ പൂരി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ഓരോ ബൗളുകളാക്കിയിട്ട് ഇത് പരത്താനായിട്ട് നമ്മൾ പത്തിരി പരത്തുമല്ലോ, അരിപ്പത്തിരി, ഒരു പ്ലാസ്റ്റിക് കവറ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ അല്പം എണ്ണ തൂക്കി ആ പ്ലാസ്റ്റിക് കവർ തന്നെ ഒന്ന് മടക്കി വെച്ചിട്ട് എന്തെങ്കിലും സാധനങ്ങളും കൊണ്ട് പ്രസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ചപ്പാത്തി മേക്കർ ഉണ്ടെങ്കിൽ അതിനകത്ത് വെച്ചിട്ട് ചുട്ടെടുത്താലും മതി. അല്ലെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കുന്ന മറ്റേ പ്രസ് ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ, പൂരി മേക്കർ, അതുകൊണ്ട് പ്രസ് ചെയ്താലും മതി. ഞാനിതൊരു ഡബ്ബ കൊണ്ടിട്ട് ഒന്ന് പ്രസ് ചെയ്താൽ മതി. വലിയ ബലമൊന്നും പ്രയോഗിക്കേണ്ട, നല്ല സ്മൂത്തായിട്ട് കിട്ടിക്കോളും. കുറച്ച് നമ്മൾ സാധാരണ പൂരി ഉണ്ടാക്കുന്ന അതേ കനത്തിൽ പരത്തിയെടുത്താൽ മതിയേ. ഇത് നല്ല ചൂടായ എണ്ണയിൽ തന്നെ തിരിച്ചു മറിച്ചിട്ട് വറുത്ത് കോരുക. ഇതിനകത്ത് ഇത് ലോ ഫ്ലെയിമിലിട്ട എണ്ണ കുടിക്കുക. ഉരുളൻകിഴങ്ങ് ചേർക്കുന്നതുകൊണ്ട് ലോ ഫ്ലെയിമിലാണെങ്കിൽ എണ്ണ കുടിക്കുക. അതുകൊണ്ട് കുറച്ച്
ചൂടിൽ തന്നെ എടുക്കണം. ഇത് വറുത്ത അരിപ്പൊടിയാണ്, ഉരുളൻകിഴങ്ങ് വേവിച്ചതാണ്. അതുകൊണ്ട് കൂടുതൽ സമയമൊന്നും ഇതിൽ വേകാൻ വേണ്ടി വരില്ല, വേഗം ആയി കിട്ടും. പൂരി എല്ലാം അപ്പം ഞാൻ ഈ പൂരി ഉണ്ടാക്കിയപ്പോൾ അതിനകത്ത് കുറച്ച് അയ്മോദകം, അതായത് ഓമം, അത് ചേർത്തിട്ടുണ്ടായിരുന്നു. അത് ചേർക്കുമ്പോൾ നമുക്ക് ഉരുളൻകിഴങ്ങ് ചേർക്കുമ്പോൾ ഗ്യാസിന് പ്രശ്നമുള്ളവർക്കൊക്കെ നല്ലതാണ് അയ്മോദകം ചേർക്കുന്നത്. അപ്പം ഞാനത് ഇടയ്ക്ക് കാണിക്കാൻ മറന്നുപോയി. നല്ല ടേസ്റ്റ് ഉള്ളതാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഈ പൂരി തന്നെ കഴിക്കാനും നല്ലതാണ്. ഇതിനകത്തിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സോ ജീരകമൊക്കെ ചേർത്തിട്ട് നമ്മൾ കുഴച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണെങ്കിൽ അതങ്ങനെ തനിച്ച് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ചെറുപയർ കറിയുടെ കൂടി നല്ലതായിരുന്നു. ആ കറി സൂപ്പർ ടേസ്റ്റാണ്. തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാപ്പി. താങ്ക്